മഞ്ഞൾ, ടർമറിക് ക്യാൻസർ തടഞ്ഞു നിർത്തുവോ അല്ലെങ്കിൽ ക്യാൻസർ വന്ന ആള് പാലിൽ മഞ്ഞൾ കലക്കി കുടിച്ചാൽ ക്യാൻസർ മാറുന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മഞ്ഞൾ എന്ന് പറയുന്ന ഇതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതിൽ ടർമറിക്കിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് അതിന് മഞ്ഞ നിറം നൽകുന്നത്. അതാണ് ആക്ച്വലി അതിനൊരു ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി നൽകുന്നത്. മഞ്ഞളിൽ ഈ കുർക്കുമിൻ കൂടാതെ മിനറൽസ് ഉണ്ട്. കാൽഷ്യം, അയേൺ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ഓയിൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നല്ല ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ഈ കണ്ടന്റിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്. അത് പ്രൂവൺ ആണ്. അത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനും അതുപോലെ ക്യാൻസർ കോശങ്ങളുടെ ഗ്രോത്ത് തടഞ്ഞു നിർത്താൻ, അവിടെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസ് ഇല്ലാണ്ടാക്കാൻ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഈ മഞ്ഞളിലെ ഈ കുർക്കുമിനുണ്ട്. സാധാരണ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. MSK CCസിലൊക്കെ ഈ കോളോറക്ടൽ ക്യാൻസറിൽ കീമോതെറാപ്പിയുടെ സൈഡ് ഇഫക്ട്സ് കുറക്കാൻ വേണ്ടി മഞ്ഞൾ കാരണമാകുന്നു, അല്ലെങ്കിൽ കുർക്കുമിൻ കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നല്ല ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെർവിക്കൽ ക്യാൻസറിൽ സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാൻസറുകളിൽ ചെറിയ ചെറിയ സ്റ്റഡീസ് ആനിമൽസിലും ലാബുകളിലും വേറെ സ്റ്റഡീസൊക്കെ നടന്നിട്ട് മഞ്ഞളിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്. കീമോതെറാപ്പി സെൻസിറ്റൈസേഷൻ കൂട്ടും, റേഡിയേഷൻ്റെ ഇഫക്റ്റ് കൂട്ടും, കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട മ്യൂക്കോസൈറ്റിസ് പോലെയുള്ള സൈഡ് ഇഫക്ട്സുകൾ, വായിൽ പുണ്ണ് വരുന്നതൊക്കെ കുറയും എന്നൊക്കെയുള്ള ഇഫക്ട്സുകൾ, നല്ല ഇഫക്ട്സുകൾ ഈ കുർക്കുമിന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠനങ്ങളിലൊക്കെ കുർക്കുമിൻ കൊടുത്തിരിക്കുന്നത് ഏകദേശം 4 ഗ്രാം അല്ലെങ്കിൽ 2 മുതൽ 4 ഗ്രാം വരെ കുർക്കുമിനാണ് ഡെയിലി കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞളിൽ 5% അതിൻ്റെ കുർക്കുമിന് വരുന്നത്. ഏകദേശം ഒരു ഒരു 100 ഗ്രാം മഞ്ഞൾ കഴിക്കുമ്പോഴാണ് ഏകദേശം ഈ 5 ഗ്രാം അല്ലെങ്കിൽ 4 ടു 5 ഗ്രാം ഈ കുർക്കുമിൻ നമുക്ക് കിട്ടുന്നത്. അതായത് ഡെയിലി 100 ഗ്രാം മഞ്ഞൾ കഴിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇഫക്റ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് മഞ്ഞൾ ഭക്ഷണം ആയിട്ട് കഴിക്കുമ്പോൾ അത് സേഫാണ്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് പഠനങ്ങൾ നടത്തേണ്ട കാര്യമില്ല. വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മഞ്ഞൾ ആസ് എ ഫുഡ്. പക്ഷേ ഒരു മരുന്നായിട്ട് കഴിക്കാൻ പറ്റുമോ, അത് സേഫ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരുപാട് പഠനങ്ങൾ നടത്താനുണ്ട്. അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നതൊക്കെ ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ഈ എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ്. സച്ച് മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള പഠനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സേഫ്റ്റി, ഒരുപാട് മഞ്ഞൾ കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക് പെയിൻ ഉണ്ടാവും. ഈ മഞ്ഞൾ ഈ ഇൻഡസ്ട്രിയലൈസായി എന്താ പറയുക, അതൊരു മഞ്ഞൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ലെഡ് കണ്ടാമിനേഷൻ അതിലുണ്ടാവും. അതുപോലെ പിത്തസഞ്ചിയിൽ കല്ല് കൂടുതൽ ഉണ്ടാക്കുന്നു, ലിവർ ഇഞ്ചുറിയും സിറോസിസ് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ മഞ്ഞളിന് നല്ല ഗുണങ്ങളുണ്ട്, ഭക്ഷണത്തിൽ കഴിക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ഒരു മരുന്നെന്ന രീതിയിലോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലോ ക്യാൻസർ തടഞ്ഞു നിർത്തും എന്ന രീതിയിലോ മഞ്ഞൾ കഴിക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള ലെവൽ 3 പഠനങ്ങളും നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ പാലിൽ മഞ്ഞൾ കലക്കി കഴിക്കുക എന്നൊന്നും പറയുന്നത് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും അല്ല. നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ കുർക്കുമിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ കുർക്കുമിൻ നമ്മുടെ ബോഡിയിൽ അത് അതുപോലെ എത്തണമെന്നില്ല. ബയോ അവൈലബിലിറ്റി എന്ന് പറയും. അത് വാട്ടർ സൊല്യൂബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആൽബുമിനുമായിട്ട് കോൺജുഗേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസായി കോൺജുഗേറ്റ് ചെയ്തിട്ടോ വേണം നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കാൻ. അങ്ങനെയുള്ള മോഡിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ കുർക്കുമിൻ നമ്മൾ കഴിക്കുന്ന അളവിൽ നമുക്ക് ആവശ്യമായ അളവിൽ ബോഡിയിൽ എത്തി അതിന് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പഠനം നടത്തി. ഈ കുർക്കുമിൻ ഫൈബ്രിൻ വേഫർ, അതായത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് അവിടെയുള്ള ബാക്കിയുള്ള ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഒരു വേഫർ അവിടെ ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇടയ്ക്കിടെയായിട്ട് കുർക്കുമിൻ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫലം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കുർക്കുമിൻ ഡെലിവറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം കുർക്കുമിൻ അതേപോലെ കഴിക്കുന്നതല്ല, അത് നാനോ കോൺജുഗേറ്റ്സ് ആക്കിയിട്ട് ആൽബുമിൻ കോൺജുഗേറ്റ്സ് ആക്കിയിട്ടൊക്കെ വേണം മരുന്ന് രൂപത്തിൽ അല്ലെങ്കിൽ മെഡിസിൻ രൂപത്തിൽ നമ്മൾ കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് മഞ്ഞൾ കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ആൻറ്റി ക്യാൻസർ ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.